പ്രവാസലോകത്തെ വാർത്തകൾ. ഔഷധ വിപണി ലക്ഷ്യമിട്ട് ഡൊണാൾഡ് ട്രംപ് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഔഷധ ഇറക്കുമതിക്ക് പുതിയ താരിഫ് പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം ട്രംപ് എല്ലാ യു.എസ്. വ്യാപാര പങ്കാളികൾക്കും മേൽ വൻ താരിഫ് പ്രഖ്യാപിച്ചു. യു.എസും അതിന്റെ വ്യാപാര പങ്കാളികളും തമ്മിലുള്ള വ്യാപാര സന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമായ പരസ്പര താരിഫ് പ്രഖ്യാപനത്തിൽ ട്രംപ് ഔഷധ വ്യവസായത്തെ ഒഴിവാക്കിയിരുന്നു. തുടക്കത്തിൽ ഈ ഇളവ് ആശ്വാസം നൽകിയിരുന്നു. എന്നിരുന്നാലും ഔഷധ ഇറക്കുമതിയുടെ തീരുവ ഇപ്പോഴും തന്റെ ഭരണകൂടം ആലോചിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മരുന്നുകളുടെ വിലനിർണ്ണയത്തിന്റെ കാര്യത്തിൽ മറ്റു രാജ്യങ്ങൾ അമേരിക്കയോട് അന്യായമായി പെരുമാറിയെന്ന് ട്രംപ് പറഞ്ഞു. അടുത്ത ആഴ്ച ഒരു വൻ പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതൊക്കെ രാജ്യങ്ങളെയോ ഉൽപ്പന്നങ്ങളെയോ ലക്ഷ്യമിടുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. പ്രതിവർഷം $200 ബില്യൺ വില വരുന്ന മരുന്നുകൾ യു.എസ്. ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു പ്രധാന പങ്ക് യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നുമാണ്. ആഭ്യന്തര ഔഷധോൽപാദനം ത്വരിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു വിപുലമായ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുന്നതിനിടയിലാണ് ഈ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനായി നടപടിക്രമങ്ങൾ ലളിതമാക്കി UAE. വിദ്യാർത്ഥികൾക്കും ബിരുദധാരികൾക്കും പേപ്പർ വർക്കുകൾ ഗണ്യമായി കുറയ്ക്കുന്ന ഒരു പുതിയ നിയമം ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയം അവതരിപ്പിച്ചു. പുതുക്കിയ പ്രക്രിയ പ്രകാരം ആവശ്യമായ രേഖകളുടെ എണ്ണം 14 നിന്ന് വെറും 4 കുറഞ്ഞു. പൊതുസേവനങ്ങൾ ലളിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ള UAEയുടെ സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ നീക്കം. വിദ്യാർത്ഥികളെ കൂടുതൽ കാര്യക്ഷമമായി പിന്തുണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് ഈ അപ്ഡേറ്റ് എന്ന് ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയത്തിലെ ഉന്നത വിദ്യാഭ്യാസ പ്രവർത്തന മേഖലയുടെ ആക്ടിംഗ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് ഇബ്രാഹിം അൽസാദി പറഞ്ഞു. അംഗീകൃത യോഗ്യതകൾ ഏകദേശം ഇരട്ടിയായി. അതായത് 5780 നിന്ന് 12180 അതേസമയം അപേക്ഷകൾ നിരസിക്കുന്ന നിരക്ക് 8.3% നിന്ന് 3.5% കുത്തനെ കുറഞ്ഞു. പ്രാദേശിക സ്കോളർഷിപ്പ് ദാതാക്കളുമായി സംയോജിപ്പിക്കുന്നതിനാണ് പുതിയ പ്രക്രിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ അക്കാദമിക് മേഖലകൾക്കും സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാകും. ഈ പരിഷ്കരണത്തിന്റെ ഭാഗമായി മന്ത്രാലയം ഡിജിറ്റൽ സേവനങ്ങളും വിപുലീകരിക്കുന്നു. ബിരുദാനന്തര ബിരുദ പ്രവേശനം മുതൽ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ വിദ്യാർത്ഥികളെ പുതിയ മാറ്റങ്ങൾ സഹായിക്കും. UAEയുടെ വിദ്യാഭ്യാസ സേവനങ്ങളെ ആഗോളതലത്തിലെ മികച്ച രീതികളിലേക്ക് അടുപ്പിക്കുന്നതിനും പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കാലതാമസം കുറയ്ക്കുന്നതിനുമാണ് ഈ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഒമാനിൽ റെസിഡൻസ് കാർഡ്, വർക്ക് പെർമിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട പിഴയിളവുകൾക്കുള്ള സമയപരിധി ജൂലൈ 31 വരെ. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് മികച്ച അവസരം. ഒമാനിൽ റെസിഡന്റ് പെർമിറ്റിന്റെയോ തൊഴിൽ വിസയുടെയോ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നവർക്ക് പിഴയൊന്നുമില്ലാതെ അത് പുതുക്കാനും അതല്ലെങ്കിൽ പിഴയില്ലാതെ രാജ്യം വിടാനും അനുമതി നൽകിയിരിക്കുകയാണ് തൊഴിൽ മന്ത്രാലയം. ഈ തീരുമാനത്തെ പിന്തുണച്ച് പ്രവർത്തിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസും സ്ഥിരീകരിച്ചു. പ്രത്യേക കാറ്റഗറികൾക്ക് കീഴിൽ വരുന്നവർക്കാണ് ഈ പിഴയിളവ് ആനുകൂല്യം ലഭിക്കുക. റെസിഡൻസി പുതുക്കാനോ രാജ്യത്തിനകത്തു തന്നെ തൊഴിൽ മാറ്റത്തിനോ ശ്രമിക്കുന്ന വിദേശികൾക്ക് കാലഹരണപ്പെട്ട തൊഴിൽ വിസ അല്ലെങ്കിൽ റെസിഡൻസി കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ പിഴകളും ഒഴിവാക്കി നൽകും. തൊഴിൽ മന്ത്രാലയം അവരുടെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് ഈ ആനുകൂല്യത്തിന് യോഗ്യത തീരുമാനിക്കുക. രണ്ടാമത്തെ കേസിൽ സ്ഥിരമായി ഒമാൻ വിടാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്കും ഇളവ് ലഭിക്കും. ഇവർ രാജ്യത്തു നിന്ന് സ്ഥിരമായി പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ അവരുടെ പേരിൽ കാലഹരണപ്പെട്ട നോൺ വർക്കിംഗ് വിസയുമായി ബന്ധപ്പെട്ട എല്ലാ പിഴകളും ഒഴിവാക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള നീക്കവുമായി UAE. ക്രിമിനൽ കേസുകളുടെ നടപടിക്രമങ്ങൾ AI-യിലേക്ക് മാറ്റാൻ പദ്ധതി. ഒരു പരാതി കിട്ടിയാൽ തരം തിരിക്കുന്നത്, തെളിവുകൾ താരതമ്യം ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത്, അവസാനം സമ്മറി നൽകുന്നത് എല്ലാം AI. ഫയലുകൾ തെരഞ്ഞ് സമയം കളയണ്ട. ഉദ്യോഗസ്ഥർക്ക് ഏത് കേസ് ആദ്യം തീർക്കണമെന്ന നിർദ്ദേശം പോലും ലഭിക്കും. UAE പബ്ലിക് പ്രോസിക്യൂഷൻ അബുദാബി ഗവൺമെന്റ് എമർജിംഗ് ടെക്നോളജീസ് ഉച്ചകോടിയിലാണ് അവതരിപ്പിച്ചത്. കേസ് നടപടിക്രമങ്ങൾക്കെടുക്കുന്ന സമയത്തിൽ 100% കുറവ് വരുത്താനാണ് ലക്ഷ്യം. കേസുകളിൽ ക്രൈം സീൻ പുനരാവിഷ്കരിക്കാൻ 3D സിമുലേഷൻ, വിർച്വൽ റിയാലിറ്റി എന്നിവയും ഉപയോഗിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രവാസികളുടെ യാത്ര ഇനി ദുഷ്കരമാകും. 14 രാജ്യാന്തര വിമാന കമ്പനികൾ കുവൈറ്റിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു. സാമ്പത്തികമായി ലാഭകരമല്ലാത്തതിനാൽ പല വിദേശ വിമാന കമ്പനികളും കുവൈറ്റിലുള്ള പ്രവർത്തനം നിർത്തി. 60 വർഷത്തിലേറെയായി കുവൈറ്റിലേക്ക് സർവീസ് നടത്തിവരുന്ന ബ്രിട്ടീഷ് എയർവേസ് വിമാനങ്ങൾ സർവീസ് നിർത്തി. ജർമ്മനിയുടെയും നെതർലൻഡ്സിന്റെയും വിമാന കമ്പനികൾ നേരത്തെ പിന്മാറിയിരുന്നു.
ഉയർന്ന ഇന്ധനവില, മറ്റ് വിമാനത്താവളങ്ങളുടെ മത്സരം, സൗകര്യങ്ങളുടെ കുറവ് എന്നിവയാണ് കുവൈറ്റിന് തിരിച്ചടിയാകുന്നത്. 2024 കുവൈറ്റ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണം 1% കുറഞ്ഞ് 15.4 ദശലക്ഷമായി. അതേസമയം ദുബായ്, ദോഹ, റിയാദ്, അബുദാബി വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. പ്രതിവർഷം 13 ദശലക്ഷത്തിലധികം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ ടെർമിനൽ 2026 അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകും. ഇത് വിമാനത്താവളത്തിന്റെ ശേഷി 25 ദശലക്ഷമാക്കി ഉയർത്തും. വിമാനങ്ങളുടെ എണ്ണം കുറയുമ്പോൾ നാട്ടിലേക്ക് പോകാനും തിരികെ വരാനും ആവശ്യമായ ടിക്കറ്റുകൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഇത് പ്രവാസികളെ ബാധിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.